എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുകീയത്തിലെ 4ാമത്തെ കഥയാണ്. തിരജീവി പറഞ്ഞ കഥയിലെ കാക്ക പക്ഷികളോട് പറഞ്ഞ 2ാമത്തെ കഥയാണിത്. കാക്ക പറഞ്ഞു തുടങ്ങി. കാട്ടിലെ ഒരു മരത്തിൻ്റെ താഴെ മാളത്തിൽ കബിഞ്ചലൻ എന്നൊരു കുരുവി താമസിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ ഇര തേടാൻ പോയ കബിഞ്ചലൻ തിരിച്ചു വന്നില്ല. കുറച്ചു ദിവസം ഒഴിഞ്ഞു കിടന്ന കബിഞ്ചലന്റെ മാളത്തിൽ ശീഘ്രകൻ എന്നൊരു മുയൽ വന്ന് താമസമാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞ് കബിഞ്ചലൻ തിരിച്ചെത്തിയപ്പോൾ മുയൽ തൻ്റെ മാളം കൈയടക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. കുരുവി മുയലിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, "നീ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഉടനെ തന്നെ നീ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തു പോകണം." മുയൽ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, "ഇത് നിന്റെ വീടല്ല, ഇപ്പോൾ ഇത് എൻ്റേതാണ്. കുളം, വയൽ, മരം എന്നിവ ഒരിക്കൽ വിട്ടുപോയാൽ പിന്നെ സ്വന്തമാണെന്ന് പറയാൻ വയ്യ. കൈവശാവകാശമാണ് ഇവയ്ക്കെല്ലാം പ്രമാണം." കബിഞ്ചലനും വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, "നമുക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതനെ കണ്ട് ചോദിച്ച് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാം." ഈ സമയം തീഷ്ണദംഷ്ട്രൻ എന്നൊരു കാട്ടുപൂച്ച ഇവരുടെ തർക്കം കേട്ടുകൊണ്ട് നിന്നിരുന്നു. അവൻ ഉടനെ പുഴക്കരയിൽ ചെന്നു നിന്ന് വേദവചനങ്ങളും ധർമ്മപ്രസംഗങ്ങളും പറഞ്ഞു തുടങ്ങി. ഇത് കേട്ട് മുയൽ പറഞ്ഞു, "ഈ പുഴക്കരയിൽ തപസ്വിയും ധർമ്മജ്ഞനുമായ ഒരാളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം." കുരുവി പറഞ്ഞു, "ഇവൻ സ്വഭാവം അനുസരിച്ച് നമ്മുടെ രണ്ടുപേരുടെയും ശത്രുവാണ്. അല്പം ദൂരെ നിന്ന് ചോദിച്ചാൽ മതി." പുഴക്കരയിൽ ചെന്ന അവർ ദൂരെ നിന്നുകൊണ്ട് തീഷ്ണദംഷ്ടനോട് ചോദിച്ചു, "ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം വന്നിരിക്കുന്നു. അങ്ങ് ധർമ്മശാസ്ത്രപ്രകാരം ഒരു വിധി കൽപ്പിക്കണം." ഇതു കേട്ട കാട്ടുപൂച്ച ദീനതയോടെ പറഞ്ഞു, "ഞാൻ ഹിംസ ഉപേക്ഷിച്ച് ധർമ്മമാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തിന്നുകയില്ല. എന്നാൽ ഇത്രയും ദൂരത്ത് നിന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കുകയില്ല. അടുത്തു വന്ന് പറയണം." തുടർന്ന് ചതിയനായ കാട്ടുപൂച്ചയുടെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ അടുത്ത് ചെന്ന കുരുവിയെയും മുയലിനെയും അവൻ പിടിച്ച് തിന്നുകളഞ്ഞു. കാക്ക കഥ പറഞ്ഞു തീർന്നപ്പോൾ കേട്ടിരുന്ന പക്ഷികൾക്ക് തോന്നി കാക്ക പറയുന്നത് ശരിയാണെന്ന്. അവർ ഓരോ വഴിക്ക് പറന്നുപോയി കളഞ്ഞു. സിംഹാസനത്തിന്മേൽ അഭിഷേകവും കാത്തിരുന്ന മൂങ്ങ ആരെയും കാണാതായപ്പോൾ പോയി അന്വേഷിക്കാൻ ഭാര്യയായ കൃഗലികയോട് പറഞ്ഞു. അന്വേഷിച്ചു മടങ്ങി വന്ന കൃഗലിക പറഞ്ഞു, "ഒരു കാക്ക വന്ന് അഭിഷേകം മുടക്കിയിരിക്കുന്നു. പക്ഷികളെല്ലാം പല വഴിക്ക് പോയി കളഞ്ഞു. ആ കാക്ക മാത്രം അവിടെ ഇരിപ്പുണ്ട്." ഇതു കേട്ട മൂങ്ങ കാക്കയുടെ അടുത്തെത്തി പറഞ്ഞു, "എട ദുഷ്ട, ഞാൻ നിനക്ക് എന്ത് ഉപദ്രവമാണ് ചെയ്തത്? ഇന്നു മുതൽ കുലമടക്കം നമ്മൾ ശത്രുക്കളാണ്. സത്യമാണെങ്കിലും കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് അനാവശ്യമായി ശത്രുവിനെ നേടിത്തന്നു എന്ന് ആത്മകഥം പറഞ്ഞ് കാക്ക അവിടെ നിന്നും പറന്നുപോയി. മൂങ്ങയും ഭാര്യയും തിരികെ കൂട്ടിലേക്കും പോയി." സ്ഥിരജീവി പറഞ്ഞു, "അന്നു മുതലാണ് നമ്മളും മൂങ്ങകളും തമ്മിൽ കുടിപ്പക തുടങ്ങിയത്." മേഘവർണ്ണൻ ചോദിച്ചു, "ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യണം?" സ്ഥിരജീവി പറഞ്ഞു, "ഞാൻ തന്നെ ശത്രുവിനെ ചതിച്ച് ജയം നേടാൻ പോകാം. അതിബുദ്ധിയും അറിവും ശക്തിയും ഉള്ളവരെ പോലും പറ്റിക്കാൻ സാധിക്കും. തെമ്മാടികൾ ബ്രാഹ്മണനെ ചതിച്ച പോലെ." മേഘവർണ്ണന്റെ അപേക്ഷപ്രകാരം സ്ഥിരജീവി പറഞ്ഞ ബ്രാഹ്മണന്റെയും തെമ്മാടികളുടെയും കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുകീയത്തിലെ 4ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.